വൃന്ദാവനം എന്നുമുണ്ടാകുമോ ജന്മമുണരുമോ കണ്ണനുണ്ടാകുമോ രാധയുണ്ടാകുമോ രാസവനികയിൽ നവവസന്തമിവിടെ വരുമോ വാനമുരളി ഒഴുകി വരുമോ ഏതു വരുമോ യമുനയിൽ വരുമോ. ഈ കളിയൂഞ്ഞാൽ എന്ന് പറയുന്ന പടമാണ് മമ്മൂട്ടി അദ്ദേഹം അഭിനയിച്ച കളിയൂഞ്ഞാൽ എന്ന് പറയുന്ന പടമാണ്. അപ്പം എന്നെ വിളിച്ചു, ഞാൻ പാടാൻ ചെന്നു. അതിൽ പക്ഷേ ഓർക്കസ്ട്രയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വോയിസ് മാത്രമാണ് അവിടെ കൊടുത്തത്. അതിന് ലൈവ് അല്ല ഞാൻ പാടിയത്. അപ്പോൾ ചെന്നു പഠിച്ചു, പാട്ട് പഠിച്ചു. പഠിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് നന്നായി പാടിയാൽ ഈ പാട്ട് നിനക്കാം എന്നൊരു വാക്കിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രാക്ക് പാടി ഇട്ടു. അപ്പോഴും എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ ഞാൻ അറിയുന്നു അത് ആ പാട്ട് തന്നെ സെയിം ചിത്ര ചേച്ചിയും വന്നു പാടിയെന്ന് ഞാനിങ്ങനെ അറിഞ്ഞു. പിന്നെ ഞാനുള്ള പ്രതീക്ഷ വിട്ടു. അപ്പൊ എനിക്ക് അറിയില്ല, അപ്പൊ എൻ്റെ പോയി കാണുമായിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ എന്നിട്ട് രാജാ സാറിനോട്, അപ്പൊ രാജാ സാറായിട്ട് കുറെ ക്ലോസ് ആയി, നമ്മൾ അത്രയും വർഷമായില്ല നിൽക്കണു. അപ്പൊ ഞാൻ രാജാ സാറിനോട് പറയുകയും ചെയ്തു. അപ്പൊ സാറിങ്ങനെ ഈ പാട്ടിനെ കുറിച്ച് എന്തോ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറ് പറഞ്ഞാൽ എനിക്ക് ആ പാട്ട് കിട്ടിയേനേന്ന്. ഞാനൊന്ന് പറയുകയും ചെയ്തു സാറിൻ്റെ അടുത്ത്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ നാട്ടിൽ വരുന്നത്. നാട്ടിൽ വന്നിട്ട് ഞാൻ സിനിമ കാണാൻ തിയേറ്ററിൽ പോയി. വെറുതെ സിനിമ കാണാൻ പോയതാണ്. പോയപ്പം എൻ്റെ പേരൊന്നുമില്ല അതില്. പേരില്ല. ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ ഗായിക ഭവതാരണി എന്ന് പറഞ്ഞ, അപ്പൊ അദ്ദേഹത്തെ സാറിന്റെ മോളാണ് ആദ്യമായിട്ട് മലയാളത്തിൽ പാടുക. അപ്പൊ അങ്ങനെ ഒരു ടൈറ്റിലുണ്ട്. അപ്പൊ ഒന്നുമില്ല. അപ്പം നമ്മൾ ഇതിങ്ങനെ കേട്ടോണ്ടിരുന്നപ്പോ പാട്ട് വന്നപ്പോഴേ ഞാനപ്പോ അമ്മയുടെ പറഞ്ഞ, അയ്യോ ഇത് ഞാൻ പാടിയത്, എന്റെ ശബ്ദം എനിക്കറിയാലോ, ചിത്രേച്ചി പാടിയ ചിത്രേച്ച വേറെ ലെവലാ. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ ഇത് ഞാൻ പാടിയതാണല്ലോ ഇട്ടേക്കണേ എന്ന് പറയുകയും ചെയ്തു. ഞാനപ്പൊ അങ്ങനെയാണ് നമുക്കത് മനസ്സിലായത് ഇതിനകത്ത് വന്നു എന്നുള്ളത്. പക്ഷെ പേര് വരാഞ്ഞപ്പോ സങ്കടമായി. അത് ഭയങ്കര സങ്കടമായി. കാര്യം വെച്ചാൽ പാട്ട് ഭയങ്കര ഫേമസ് ആയി. പക്ഷെ അത് ആരാ പാടിയെന്നൊന്നും അറിയാത്തതുകൊണ്ട് സത്യത്തിൽ നമ്മുടെ തലവര തന്നെ മാറി. അപ്പൊ അതിനകത്തൊരു ക്രെഡിറ്റ് വന്നില്ല, ഇവനെ കഴിഞ്ഞില്ലേ, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പിന്നെ നമ്മൾ ആ സർഗം ഓഡിയോസിൻ്റെ അടുത്ത് വിളിച്ച് നമ്മൾ ഫോൺ ചെയ്ത്, നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പൊളിറ്റിക്കലി നമുക്ക് അങ്ങനെയൊന്നും നമുക്ക് അറിയില്ല. നമ്മളങ്ങനെ ഇപ്പം അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ശരി അതിൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്ത്, അല്ലെങ്കിൽ ഒരു കോടതിയിലൊരു ഇത് അങ്ങനെയൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്, ഇതിനൊരു കേസ് കൊടുത്തൂടെ എന്നൊക്കെ. എന്തിനാണ് അതിൻ്റെ ഒന്നും, അതിലൊന്നും നമുക്കുള്ളത് നമുക്ക്